Hi all, welcome to pre and post market analysis. It's me Rahul Bashir, your forex mentor. So last days നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളല്ലേ. സോ ലാസ്റ്റ് ഡേയ്സ് നമ്മൾ ബൈ പ്രിഫറൻസ് ആയിരുന്നു പറഞ്ഞത്. എക്സാക്ട്ലി ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് നല്ല രീതിയിൽ റിജക്റ്റ് ചെയ്ത് പിന്നെ താഴത്തേക്ക് ഡ്രോപ്പ് ആയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അതായത് ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ മുകളിലേക്ക് പോയി ഒരു 1 അവറിൻ്റെ തന്നെ മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് പിന്നെയും ഡ്രോപ്പ് ആയത്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസ് ഒരു 3800 അല്ലെങ്കിൽ 3400 റേഞ്ചിലേക്ക് ഉറപ്പായിട്ട് ഇറങ്ങി വരുന്നല്ലേ. സോ ആ ഒരു ജേണി തന്നെയാണ് ഇപ്പോൾ ഗോൾഡ് നിൽക്കുന്നത്. ഇനി നമുക്ക് എവിടെ നിന്നൊരു പ്രോപ്പറായിട്ടുള്ള സെല്ല് നോക്കാം. ആൻഡ് ഇപ്പോൾ പ്രൈസ് ഒരു 1 അവറിൻ്റെ ഓർഡർ ഫ്ലോയിൽ നിന്നൊരു റിയാക്ഷൻസ് മാത്രമാണ് ഇപ്പോൾ കിട്ടിയത്. അതിന് ശേഷം ഒരു 15 മിനിറ്റിൻ്റെ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഈ കാണുന്ന ഒരു 4148 എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്ക് പ്രൈസ് വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് സെൽ ഓഫ് നോക്കാം. ഈ ഒരു ഏരിയ ബ്രേക്ക് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന ഒരു ലാർജ് ഏരിയ ഉണ്ട് 1 അവറിൻ്റെ തന്നെ. ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സെല്ല് നോക്കാം. ബൈ എടുക്കുമ്പോൾ വളരെ സേഫ് ആയിട്ട് എടുക്കുക. കാരണം ബൈ എടുക്കുമ്പോൾ എല്ലാം SL കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ലെവലിൽ നിന്ന് പ്രൈസ് റിയാക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ നിന്ന് ബൈ എടുക്കാം. ഈ കാണുന്ന ഒരു ഓർഡർ ഫ്ലോ ലെവൽ വരെ മാത്രം ബൈ എടുക്കുന്നതായിരിക്കും സേഫ്. നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് ടാർഗറ്റ് ചെയ്യാവുന്നത് 4023 എന്ന് പറഞ്ഞ ഫസ്റ്റ് ലെവൽ ആൻഡ് 4000 ആൻഡ് 3890 ഈ റേഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു നല്ലൊരു ഏരിയയിൽ നിന്ന് സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഏരിയാസിൽ നിന്ന് ഈ കാണുന്ന ഓരോ ഏരിയാസിൽ നിന്നും പ്രൈസ് ഒരു ബൈ മൊമെൻറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു വലിയ റിയാക്ഷൻസ് ആണ് അവിടെ നിന്ന് ബൈ ഏരിയയിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഇനീഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേയുടെ ഹൈയും പ്രോപ്പറായിട്ടുള്ള SSL ഒക്കെ കളക്ട് ചെയ്ത് നല്ല മേജറായിട്ടുള്ള ക്ലോസിങ് ഇന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നാളെ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഒരു 3800 റേഞ്ചിലേക്ക് പ്രൈസ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി യൂറോ USD വ്യൂ നോക്കാം. സോ യൂറോ USD ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ഒരു ഡെയിലിയുടെ ലിക്വിഡിറ്റി ലെവൽ പ്രൈസ് വരുന്നല്ലേ, ഓൾറെഡി അത് കളക്ട് ചെയ്തു. ഇനി ഈ കാണുന്ന 1.12896 എന്ന ലെവലിലേക്ക് പ്രൈസ് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ഒരു മൊമെൻറ്റം ഉള്ള ക്യാൻഡിൽസ് ആണ് ഇപ്പോൾ ബെയറിഷായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെ ലെവൽസിൽ നിന്ന് സെല്ല് എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഏരിയ വരച്ചിട്ടുണ്ട്, ഒരു സപ്ലൈ ഏരിയ. ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഏഷ്യയുടെ ലിക്വിഡിറ്റി എടുത്ത ഒരു സപ്ലൈയും കൂടിയാണ്. അപ്പോൾ ഇവിടുന്ന് റിയാക്ഷൻ കൺഫേം ആയിട്ട് അങ്ങോട്ട് കിട്ടും. അതല്ലാതെ റിയാക്ഷൻ കിട്ടി ഫെയിൽ ചെയ്ത് മുകളിലേക്ക് പോയി ഈ ഒരു ഏരിയയിലേക്ക് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന ഒരു ഓർഡർ ഫ്ലോ ലെവലിൽ നിന്ന് നിങ്ങൾക്ക് സെല്ല് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 ഏരിയാസ് നിങ്ങൾക്ക് സെല്ല് തന്നെ ഫോക്കസ് ചെയ്യാം. ആൻഡ് ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത് 1.12 ലെവലിലേക്കൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ യൂറോ USDയുടെയും അതുപോലെ തന്നെ ഗോൾഡിൻ്റെയും വ്യൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.